രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ തുടർച്ചയായ രണ്ടാം മത്സരത്തിലും ഒന്നാം ഇന്നിംഗ്സ് ലീഡ് വഴങ്ങി കേരളം സമനിലക്കുരുക്കിൽ അകപ്പെട്ടു. പഞ്ചാബിനെതിരെ നടന്ന മത്സരത്തിലാണ് ഒന്നാം ഇന്നിംഗ്സ് ലീഡ് വഴങ്ങി കേരളം സമനിലയിൽ വീണത്. പഞ്ചാബ് ഉയർത്തിയ 436 റൺസിനെതിരെ ബാറ്റ് വീശിയ കേരളം 371 റൺസിന് പുറത്താകുകയായിരുന്നു. ഇതോടെ പഞ്ചാബ് ഒന്നാം ഇന്നിംഗ്സിൽ 65 റൺസിന്റെ ലീഡ് നേടിയുകയായിരുന്നു. ഇതോടെ പഞ്ചാബിന് സമനില പിടിച്ചത് വളരെ നേട്ടമായി മാറിയപ്പോൾ കേരളത്തിന് നിരാശയാണ് ബാക്കിയുണ്ടായത്. പഞ്ചാബിന് 3 പോയിന്റ് ലഭിച്ചപ്പോൾ കേരളത്തിന് 1 പോയിന്റ് മാത്രമാണ് ലഭിച്ചത്. രഞ്ജിയിലെ ആദ്യ മത്സരത്തിൽ മഹാരാഷ്ട്രയ്ക്കെതിരെയും കേരളത്തിന് ഇതേ അവസ്ഥ തന്നെയാണ് സംഭവിച്ചത്. സഞ്ജു സാംസന്റെ പകരക്കാരനായി എത്തിയ അഹമ്മദ് ഇമ്രാൻ കേരളത്തിന് വേണ്ടി ഇന്ന് മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചെങ്കിലും താരത്തിന് കേരളത്തിന് ലീഡ് നേടിക്കൊടുക്കാൻ കഴിഞ്ഞില്ല. എട്ടാമനായി ബാറ്റ് ചെയ്യാനിറങ്ങിയ താരം 86 റൺസാണ് നേടിയത്. കേരളത്തിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ കേരളത്തിന്റെ ടോപ്പ് സ്കോറർ ബാറ്ററും അഹമ്മദ് ഇമ്രാനാണ്. 6 വിക്കറ്റ് നഷ്ടത്തിൽ 247 റൺസ് എന്ന നിലയിലായിരുന്നു കേരളം അവസാന ദിവസമായ ഇന്ന് ബാറ്റിംഗ് പുനരാരംഭിച്ചത്. കേരളത്തിന്റെ വാലറ്റത്ത് ബാറ്റ് ചെയ്യാൻ കഴിവുള്ള 4 ബാറ്റർമാർ ഉണ്ടായിട്ടും കേരളത്തിന് ലീഡ് നേടാൻ കഴിയാത്തത് ഏറെ നിരാശാജനകമായ കാര്യമാണ്. ബാബ അപരിജിത്ത് 51 റൺസും ഷോൺ റോജർ 27 റൺസും അക്ഷയ് ചന്ദ്രൻ 13 റൺസുമാണ് കേരളത്തിന് വേണ്ടി നേടിയത്. രഞ്ജിയിൽ കേരളത്തിന്റെ മത്സരങ്ങളെക്കുറിച്ചുള്ള വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.